അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും മഹാന്മാരെ സ്വപ്നം കാണാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഷെയ്ഖ് ജീലാനി തങ്ങളെ, റിഫായി ഷെയ്ഖ് തങ്ങളെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനേകം മഹാരഥന്മാരായ, നമ്മൾ മഹബത്ത് വെക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഫാത്തിഹ ഓതുന്ന, അങ്ങനെ ഒരുപാട് മഹാന്മാരെ നമുക്കൊക്കെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പുരുഷന്മാരാകുമ്പോഴാണ് കൂടുതലും അങ്ങനെ ആഗ്രഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അതുപോലെ തന്നെ ബദരീങ്ങളെ പല ആളുകളെയും കാണണം, നബി ഇമാമിനെ കാണണം, ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ കാണണം എന്നൊക്കെ. സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇഷ്ടം വെക്കുന്ന, ഇതൊക്കെ അവരിഷ്ടം വെക്കുന്ന മഹാന്മാരാണെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ ഒരുപാട് മഹദികളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ആയിഷ ബീവി, ഖദീജ ബീവി, ഫാത്തിമ ബീവി, അവരൊക്കെ വല്ലാതെ ആഗ്രഹം ഉണ്ടാകും. ആയിഷ ബീവിയുടെ ഒക്കെ ഓരോ കഥകളും, അതുപോലെ തന്നെ അവിടുത്തെ പ്രൗഢ ഗംഭീരമാകുന്ന ആ ഒരു വർണ്ണനയും, അതുപോലെ തന്നെ അവിടുത്തെ ജീവിത ശുദ്ധിയും, നബിതങ്ങളോടുണ്ടാകുന്ന ആ ഒരു മഹബത്തും, ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത സ്ത്രീകളുടെ ഉള്ളിലൊക്കെ വല്ലാത്തൊരാഗ്രഹം ഉണ്ടാകും, ആയിഷ ബീവിനൊന്നൊരിക്കൽ കണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ. അങ്ങനെ ആയിഷ ബീവിയെ ഒരു സ്ത്രീ എങ്ങാനും സ്വപ്നത്തിൽ കാണൂല എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു തആല അതിന് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് മഹാനായ അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന് പറയുന്ന കിതാബിൻ്റെ 369 പേജിൽ ബാബുൽ ഐൻ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട്, ഇതിൻ്റെ അക്ഷരത്തിലാണ് ഇതിൻ്റെ ഓരോരോ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കിതാബിനും ഓരോ ശൈലിയും ഓരോ റൂട്ടുകളും അതിൻ്റെ മുസന്നിഫീങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും. ഇപ്പം ബാബുൽ ഐനിൻ്റെ ബാബന ഐൻ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വ്യാഖ്യാനങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. അതാണ് പറഞ്ഞത്. ആ ബാബുൽ ഐൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒന്നാമത്തെ വ്യാഖ്യാനം ആയിഷത്തുൻ റളിയല്ലാഹു അൻഹാ ആണോ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ റുഇയതുഹാ ഫിൽ മനാമി, ഉറക്കിൽ ഈ പറയുന്ന മഹദിയ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ, ആയിഷ ബീവിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഒന്നും ചിന്തിക്കേണ്ട, ഒരുപാട് ഖൈറിലേക്കാണ് അത് കൂട്ടുന്നത്. തദുല്ലു അലൽ ഖൈരി വൽ ബറകത്തി. ആദ്യം പറഞ്ഞു ഖൈർ ബറക്കത്തിൻ്റെ മേലിലാണ് കേട്ടോ അത് കുറിക്കുന്നത്. ഖൈർ ബറക്കത്തിൻ്റെ മേലാണ് അത് കുറിക്കുന്നത്. പിന്നെയും ഒരുപാട് പറയുന്നുണ്ട്. വലിയ വീട് ഒരു സ്ത്രീയാണ് ഇങ്ങനെ ആയിഷ ബീവിയെ കാണുന്നതെങ്കിൽ അവരുടെ വീട് വലിയ ഒരു വീടായി മാറുക, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് വല്ലാത്ത പരിഗണന കിട്ടുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനേകം എണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് ആദ്യം ഒറ്റനോട്ടത്തിൽ പറയുന്നുണ്ട് അലൽ ഖൈരി വൽ ബറക്കത്തി, ഖൈർ ബർക്കത്താണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നത്, വീട് മേലെയാകൽ, അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ജീവിതങ്ങൾ നയിക്കുക, അതുപോലെ തന്നെ ഭർത്താവിൽ നിന്നുള്ള സ്നേഹ സമ്പാദ്യങ്ങൾ കിട്ടുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പറയുന്നുണ്ട്. ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മഹദിയാകുന്ന ആയിഷ ബീവിയെ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉന്നത വിജയങ്ങളിലേക്കാണ് അത് അറിയിക്കുന്നത് എന്നാണ് മഹാനായ അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ലാഹ് പറയുന്നത് കേട്ടോ.